ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനിൽകുമാർ. ലൈഫ് ഈസ് PSC കോച്ചിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. VO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകളുടെ പാർട്ട് 1 ആണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തെക്കുറിച്ച് അടിസ്ഥാന പൊതുവിജ്ഞാനത്തിൽ നിന്നും PSC പരീക്ഷകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാമിന് വേണ്ടി വിഷയാടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ക്ലാസ്സുകളുടെ വീഡിയോ ഞാൻ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കത് കാണാവുന്നതാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരളം അടിസ്ഥാന പൊതുവിജ്ഞാനം. കേരള സംസ്ഥാനം നിലവിൽ വന്നത് 1956 നവംബർ 1-നാണ്. ഒരു PSC ഉദ്യോഗാർത്ഥി പഠനം ആരംഭിക്കേണ്ടത് കേരള സംസ്ഥാനം നിലവിൽ വന്നത് എന്ന ചോദ്യത്തിൽ നിന്നാണ്. 1956 നവംബർ 1-നാണ് കേരള സംസ്ഥാനം നിലവിൽ വന്നത്. കേരള ഹൈക്കോടതിയും നിലവിൽ വന്നത് 1956 നവംബർ 1-ന് തന്നെയാണ്. കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം 580 കിലോമീറ്ററാണ്. അപ്പോൾ കേരളത്തിൻ്റെ കടൽ തീരം ദൈർഘ്യം ചോദിച്ചാൽ അത് 580 കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് നീളം ചോദിച്ചാൽ അത് 560 കിലോമീറ്ററാണ്. കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 14 കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം 14. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941. കേരളത്തിലെ ആകെ റവന്യൂ ഡിവിഷനുകളുടെ എണ്ണം 21. കേരളത്തിലെ താലൂക്കുകളുടെ എണ്ണം 75. കേരളത്തിലെ വില്ലേജുകളുടെ എണ്ണം 1535. റാങ്ക് ഫയലുകളിലൊന്നും കേരളത്തിലെ വില്ലേജുകളുടെ എണ്ണത്തെക്കുറിച്ച് കൃത്യമായൊരു വിവരം കണ്ടില്ല. കേരളത്തിലെ ആകെ വില്ലേജുകളുടെ എണ്ണം 1535. എന്നാൽ ഗ്രൂപ്പ് വില്ലേജുകൾ ഉൾപ്പെടെ 1664 വില്ലേജുകളാണ് ഉള്ളത്. അപ്പോൾ എന്താണ് ഈ ഗ്രൂപ്പ് വില്ലേജ് എന്ന് നിങ്ങൾക്കറിയാമോ? കേരളത്തിലെ ചില വടക്കൻ ജില്ലകളിൽ 2 വില്ലേജുകൾ ഒരു വില്ലേജ് ഓഫീസിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വില്ലേജുകളുടെ എണ്ണം 129. അപ്പോൾ അതോടെ ചേർത്ത് പറയുകയാണെങ്കിൽ ഗ്രൂപ്പ് വില്ലേജുകൾ ഉൾപ്പെടെ 1664 വില്ലേജുകളാണുള്ളത്. എന്നാൽ കേരളത്തിലെ വില്ലേജുകളുടെ എണ്ണം ചോദിച്ചാൽ അത് 1535. കേരളത്തിലെ മുനിസിപ്പാലിറ്റികളുടെ എണ്ണം 87. അത് നഗരസഭ എന്നും ചോദിക്കാം. കേരളത്തിലെ നഗരസഭകളുടെ എണ്ണം ചോദിച്ചാലും അത് 87. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം 6. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ് കണ്ണൂരാണ്. കേരളത്തിലെ ഏക കൻ്റോൺമെൻറ്റ് കണ്ണൂരാണ്. കേരളം വിസ്തീർണത്തിൽ അല്ലെങ്കിൽ വലിപ്പത്തിൽ ഇന്ത്യൻ യൂണിയൻ്റെ എത്ര ശതമാനമാണെന്ന് ചോദിക്കാം. 1.18%. അപ്പോൾ കേരളം വിസ്തീർണത്തിൽ ഇന്ത്യൻ യൂണിയൻ്റെ 1.18%. കേരളം ജനസംഖ്യയിൽ ഇന്ത്യയുടെ എത്ര ശതമാനം വരും? അപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ആകെ ജനസംഖ്യയുടെ എത്ര ശതമാനം ആണ് കേരളത്തിലെ ജനസംഖ്യ എന്ന് ചോദിച്ചാൽ 2.76%. ഇന്ത്യയിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം ചോദിച്ചാൽ 22ാമത്തെ സ്ഥാനമാണ്. അപ്പോൾ വലിപ്പത്തിൽ എത്ര സ്ഥാനമാണ് കേരളത്തിലെന്ന് ചോദിച്ചാൽ അത് 22ാം സ്ഥാനമാണ്. ഇന്ത്യയിൽ ജനസംഖ്യയിൽ കേരളത്തിൻ്റെ സ്ഥാനം 13. ഇന്ത്യയിൽ ജനസാന്ദ്രതയിൽ കേരളത്തിൻ്റെ സ്ഥാനം 3. 1ാം സ്ഥാനം ബീഹാറിനാണ്, 2ാം സ്ഥാനം പശ്ചിമ ബംഗാളിനാണ്. ജനസാന്ദ്രതയിൽ 3ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം 1084/1000 അതായത് 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകളാണ് കേരളത്തിൽ ഉള്ളത്. കേരളത്തിലെ സാക്ഷരതാ
93.91%. 2011 സെൻസസ് പ്രകാരം കേരളത്തിലെ സാക്ഷരത 93.91%. അടുത്തത് കേരളത്തിൻ്റെ അതിർത്തികളാണ്. കേരളത്തിൻ്റെ പടിഞ്ഞാറേ അതിർത്തിയിൽ അറബിക്കടലാണ്. വടക്ക് കിഴക്കൻ അതിർത്തിയിൽ കർണാടക സംസ്ഥാനവും കിഴക്ക് തെക്കൻ അതിർത്തിയിലായി തമിഴ്നാട് സംസ്ഥാനവും സ്ഥിതി ചെയ്യുന്നു. ഇനി കേരളത്തിലെ നിയോജക മണ്ഡലങ്ങൾ. കേരളത്തിൽ ആകെ നിയമസഭാ മണ്ഡലങ്ങൾ 140. എന്നാൽ നിയമസഭാ അംഗങ്ങൾ എത്രയെന്ന് ചോദിച്ചാൽ അത് 141. എങ്ങനെയാണ് ഒരെണ്ണം കൂടുതൽ വന്നത്? അത് ഒരെണ്ണം ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ഉണ്ട്. അപ്പോൾ കേരളത്തിലെ ആകെ നിയമസഭാ മണ്ഡലങ്ങൾ 140. ആ 140 മണ്ഡലങ്ങളിൽ നിന്നുള്ള 140 പ്രതിനിധികളും അവർ MLA എന്നാണ് അറിയപ്പെടുന്നത്. കൂടെ ഒരു ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി കൂടെ ചേർന്ന് കേരള നിയമസഭയിലെ ആകെ അംഗങ്ങൾ 141. ഈ 140 മണ്ഡലങ്ങളിൽ പട്ടികജാതിക്കാർക്കായി സംവരണം ചെയ്തിരിക്കുന്ന മണ്ഡലങ്ങൾ 14. പട്ടിക വർഗക്കാർക്കായി സംവരണം ചെയ്തിരിക്കുന്നത് 2 മണ്ഡലങ്ങളാണ്. അത് സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയുമാണ്. ഇനി കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 20. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ 20 എണ്ണമാണ്. ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കേരളത്തിലെ ലോക്സഭാ സംവരണ മണ്ഡലങ്ങൾ 2 എണ്ണമാണ്. അത് ആലത്തൂരും മാവേലിക്കരയുമാണ്. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ 9. ഇത് മണ്ഡലമല്ല, സീറ്റുകളാണ്. കേരളത്തിലെ രാജ്യസഭാ സീറ്റുകൾ 9 എണ്ണമാണ്. കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാ അംഗങ്ങൾ 10. അതെങ്ങനെയാണ് 9 രാജ്യസഭാ സീറ്റുകളുള്ളപ്പോൾ 10 അംഗങ്ങൾ വന്നതെന്ന് അറിയുമോ? ആ 10ാമത്തെ ആൾ സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തെ ഇന്ത്യൻ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തതാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആനയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പുഷ്പം കണിക്കൊന്നയാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക പാനീയം ഇളനീരാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്കയാണ്. വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കേരളത്തിൻ്റെ ഔദ്യോഗിക ഫലം ചക്ക. ചക്കയെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിച്ചത് 2018 മാർച്ച് 21 കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി സുനിൽകുമാറാണ്. കേരളത്തിൽ ചക്ക ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് അമ്പലവയലാണ്. അമ്പലവയൽ വയനാട്ടിലാണ്. അടുത്തത് കേരളത്തിലെ സാക്ഷരതയെക്കുറിച്ചാണ്. 2011 ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത്. ഈ സെൻസസ് പ്രകാരം കേരളത്തിലെ സാക്ഷരത 93.91%. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല ചോദിച്ചാൽ അത് കോട്ടയമാണ്. കേരളത്തിലെ സാക്ഷരത കൂടിയ ജില്ല കോട്ടയമാണ്. എന്നാൽ സാക്ഷരത കുറഞ്ഞ കേരളത്തിലെ ജില്ല വയനാടാണ്. കേരളത്തിലെ സാക്ഷരത കൂടിയ ഗ്രാമം നെടുമുടിയാണ്. ഇത് ആലപ്പുഴ ജില്ലയിലാണ് നെടുമുടി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ സാക്ഷരത കൂടിയ മുനിസിപ്പാലിറ്റി അതും ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരാണ്. 100% സാക്ഷരത നേടിയ ആദ്യ കേരളത്തിലെ പഞ്ചായത്ത് കരിവെള്ളൂർ പഞ്ചായത്താണ്. കണ്ണൂർ ജില്ലയിലെ കരിവെള്ളൂർ ഗ്രാമപഞ്ചായത്താണ് 100% സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ പഞ്ചായത്ത്. കേരളത്തിൽ സാക്ഷരതാ മിഷൻ രൂപീകരിച്ചത് 1988. കോട്ടയം പട്ടണത്തെ ഇന്ത്യയിലെ തന്നെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണമായി പ്രഖ്യാപിച്ച വർഷം 1989. എറണാകുളം ജില്ലയെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ച വർഷം 1990. കേരളത്തെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരത നേടിയ സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം 1991. ഇത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. സാക്ഷരതാ മിഷൻ രൂപീകരിച്ചത് 1988. പിന്നീട് അങ്ങോട്ടുള്ള തുടർച്ചയായ വർഷങ്ങൾ 1989, 90, 91. അപ്പോൾ കോട്ടയം പട്ടണത്തെ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ പട്ടണമായി പ്രഖ്യാപിച്ച വർഷം 1989. എറണാകുളം ജില്ലയെ ആദ്യ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ചത് 1990. കേരളത്തെ ആദ്യ സംസ്ഥാനമായി പ്രഖ്യാപിച്ചത് 1991.
ഇനി കേരളത്തിലെ അടിസ്ഥാന വിവരങ്ങളിൽ വരുന്ന കൂടിയതും കുറഞ്ഞതുമാണ്. അതായത് കേരളത്തിലെ വിസ്തീർണം കൂടിയ ജില്ല, അതായത് ഏറ്റവും വലിയ ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിലെ വിസ്തീർണം കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ്. കേരളത്തിൽ ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണ്. കേരളത്തിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൂടിയ ജില്ല മലപ്പുറമാണ്. കേരളത്തിലെ ജനസംഖ്യ വളർച്ചാ നിരക്ക് കുറഞ്ഞ ജില്ല പത്തനംതിട്ടയാണ്. കേരളത്തിലെ ജനസാന്ദ്രത കൂടിയ ജില്ല തിരുവനന്തപുരമാണ്. കേരളത്തിലെ ജനസാന്ദ്രത കുറഞ്ഞ ജില്ല ഇടുക്കിയാണ്. കേരളത്തിൽ പട്ടികജാതിക്കാർ കൂടുതലുള്ള ജില്ല പാലക്കാടാണ്. എന്നാൽ പട്ടികജാതിക്കാർ കുറവുള്ള കേരളത്തിലെ ജില്ല വയനാടാണ്. കേരളത്തിൽ പട്ടികവർഗക്കാർ കൂടുതലുള്ള ജില്ല വയനാടാണ്. എന്നാൽ പട്ടികവർഗക്കാർ കുറവുള്ള ജില്ല ആലപ്പുഴയാണ്. കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കൂടുതലുള്ള ജില്ല എറണാകുളമാണ്. കേരളത്തിൽ പ്രതിശീർഷ വരുമാനം കുറവുള്ള ജില്ല മലപ്പുറവുമാണ്. കേരളത്തിൽ വന വിസ്തീർണം കൂടിയ ജില്ല, അല്ലെങ്കിൽ കേരളത്തിൽ വനം കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ അത് ഇടുക്കിയാണ്. കേരളത്തിൽ വനം കുറവുള്ള ജില്ല ആലപ്പുഴയാണ്. കേരളത്തിൽ കടൽ തീരം കൂടുതലുള്ള ജില്ല കണ്ണൂരാണ്. കേരളത്തിൽ കടൽ തീരം കുറവുള്ള ജില്ല കൊല്ലവുമാണ്. കേരളത്തെക്കുറിച്ചുള്ള അടിസ്ഥാന പൊതുവിജ്ഞാനങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. എൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.